നമസ്കാരം, ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ നമ്മൾ കഴക്കൂട്ടത്ത് പോയി കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കറി വയ്ക്കണം. അവർ കട്ട് ചെയ്താണ് തന്നത്. അത് കുറച്ച് വലിയ പീസായതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ചെറിയ പീസായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിയൊക്കെ നന്നാക്കി, ഉള്ളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ നന്നാക്കി. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ഒരു പരിപ്പ് ചാറ് വെക്കുന്നുണ്ട്. കുറച്ച് ഉള്ളി, പച്ചമുളകും ഇട്ടാണ് ഇത് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഇത് ഉലുവാച്ചീരയാണേ, അതും തോരൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. ചട്ടി ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ടത്. അപ്പോൾ എന്നിട്ട് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഈ മല്ലിപ്പൊടി നന്നായിട്ട് ചൂടാവണം, നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ സവോളയും കുറച്ച് കുഞ്ഞുള്ളിയും ഒക്കെ കൂടെ വഴറ്റി വെച്ചിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ ആവശ്യത്തിനാണ് വഴറ്റി വെച്ചേക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമല്ലോ. പിന്നെ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. മുളക് പൊടി നല്ലപോലെ മൂത്ത് വരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചച്ചുവ മുന്നോട്ട് നിൽക്കും. അപ്പോൾ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരണം. ഇത് രണ്ടും നല്ലപോലെ മൂത്തിട്ടേ നമ്മൾ മസാലകൾ ഇടാവുള്ളൂ. മസാല ഇടുന്നത് ഏറ്റവും അവസാനമായിരിക്കണം. അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച സവോള ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്കാണ് ഇനി ബീഫ് ഒഴിക്കാൻ പോകുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അത് മറന്നു പോയിരുന്നു. അത് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. ഇത് ഗരം മസാലയാണേ. ഗരം മസാല ഞാൻ പൊടിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ കുറച്ചിട്ടാണ് വേവിച്ചത്. ബീഫ് വേവിക്കാൻ വെച്ചപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗരം മസാല, തക്കാളിക്ക, പിന്നെ മല്ലിയില, അങ്ങനെയുള്ള ഇതെല്ലാം ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി വേവിച്ചേക്കുന്നത്. ആ കുക്കർ വേവിച്ചേക്കുന്ന ബീഫ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇരുന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്ലേവറെല്ലാം ബീഫിലോട്ടെല്ലാം പിടിച്ചോളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി കുറച്ച് സമയം. ഓൾറെഡി വെന്തതാണ്, ഇനി വേവിക്കാനായിട്ടില്ല. നമ്മൾ ഈ മസാലകളുടെ കൂടെ കിടന്ന് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കണം. അത് കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഉലുവാടെ ഇല ഉണക്കി പൊടിച്ചാണ് ഈ കസൂരി മേത്തി. അത് നോൺ വെജിനൊക്കെ ചേർക്കാനായിട്ട് നല്ലത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഓൾറെഡി മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സമാധാനത്തിന് കുറച്ച് മല്ലിയിലയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുവാണ്. ഞാൻ കല്യാണത്തിന് മുമ്പൊന്നും മല്ലിയില ഇട്ട് ഭക്ഷണമൊന്നും കഴിക്കില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മല്ലിയിലയൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. ഇപ്പം മിക്ക കറിക്കും മല്ലിയില ഉപയോഗിക്കും. തേയില നുള്ളി കളിക്കുമെന്ന് തോന്നുന്നു. ഞങ്ങളെന്താ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഭയങ്കര സ്ലോ ആയിട്ട് അവിടെ തേയില നുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചീര അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്. നമുക്ക് പരിപ്പ് കറിക്കകത്തും കുറച്ച് ചീരയിടാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു അതിനകത്ത് കുറച്ച് ചീര ഇട്ട് വഴറ്റി പരിപ്പ് കറിയിലോട്ട് ചേർത്താൽ മതി. നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. മുരിങ്ങയിലൊക്കെ ഇതിന് പകരം ചേർക്കാവേ. എന്ത് ചീരയും ചേർക്കാം. അപ്പോൾ ആ ചീരയൊക്കെ വഴറ്റി ഞാൻ പരിപ്പിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കണം.
ഇങ്ങനെ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം ചീര വഴറ്റി ഇട്ടുകൊണ്ട് അതിൽ ഓൾറെഡി എണ്ണയുണ്ടല്ലോ, പിന്നെ എക്സ്ട്രാ എണ്ണ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ചീരയും കൂടെ വെച്ചാൽ മതി. അതിനോട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. ഈ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അരപ്പും കൂടി ഇടണം അതിനകത്തോട്ട്. അരപ്പിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് വേണം ചീര ഇടാനായിട്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വയ്ക്കുന്നത്. ഞാൻ ഈ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അരപ്പിട്ട് കൊടുക്കും. അരപ്പിട്ട് അരപ്പൊന്ന് വഴന്നു വന്നു കഴിഞ്ഞാണ് ചീര ഇടുന്നത്. ചിലർ തിരിച്ചാണ് ചെയ്യുന്നത്. ചീര വെന്തതിന് ശേഷമായിരിക്കും അരപ്പിടുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ. ഉപ്പുനീരും കൂടെ ആ തേങ്ങയുടെ പുറത്തോട്ട് ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കണേ. ഇങ്ങനെ കറി വെച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണേ. ഞാൻ ആ തേങ്ങ അരപ്പിനകത്ത് വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ കുറച്ച് ജീരകം, പച്ചമുളക് ഇത്ര ഇട്ടിട്ടുള്ളൂ, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ടുള്ളൂ. അതൊന്ന് വാട്ടിയിട്ട് ഇടുമ്പോഴത്തേക്ക് ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ എക്സ്ട്രാ ആയിട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഉച്ചക്കൂടം പിണങ്ങിയിരിക്കുക, കളിപ്പാട്ടത്തിന് പിണങ്ങിയിരിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ കയറിയിരിക്കുന്നത്. കരയുമായിരുന്നു. ഞങ്ങൾ 3 പേരും ഭക്ഷണം കഴിച്ചു. ഉച്ചക്കൂടം കളിപ്പാട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗ്യാപ്പിൽ ഞാൻ അവന് ചോറ് വായിൽ വെച്ച് കൊടുത്തു. ഞങ്ങൾ 3 പേരും ഭക്ഷണം കഴിക്കാം. ഉച്ചക്കൂടൻ കളിപ്പാട്ടത്തിന് വേണ്ടി നല്ല വാശി പിടിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ബാക്കിയൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. നമുക്ക് വേഗം വീണ്ടും വേറൊരു വ്ളോഗിൽ കാണാം കേട്ടോ. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.